ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സിനിമ കാണാനായിട്ട് പോവുകയാണ്. എംപയർ സിനിമാസിലാണ് സിനിമ കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ തിരക്കുള്ള ഒരു രാത്രി തന്നെയായിരുന്നു. രാത്രി 1 മണി കഴിഞ്ഞു. എങ്കിൽ പോലും ട്രാഫിക് അത്യാവശ്യമുണ്ട്. സൗദി അറേബ്യയിൽ ഒരു സിനിമ കാണുക എന്നുള്ളത് വളരെ വിദൂരമായൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം സാധ്യമായിരിക്കുന്നു. വളരെ മാറ്റങ്ങൾ സൗദി അറേബ്യയിൽ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഈ തിയേറ്ററുകൾ. എല്ലാ പ്രവാസികൾക്കും തിയേറ്റർ ഒരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് മലയാള സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ഫീൽ കിട്ടുന്നുണ്ട്. പണ്ട് പ്രവാസികൾക്ക് കഷ്ടപ്പാടുകളും ജോലിയും മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. എന്നാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. സൗദി അറേബ്യ ഒരുപാട് മാറിയതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇന്ന് സൗദിയിലൊരു സിനിമ കാണാൻ ആദ്യമായി പോവുകയാണ്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 60 റിയാലാണ്. ഏകദേശം 1250 ആ റേഞ്ച് വരും ഇന്ത്യൻ മണി. എന്നാൽ പോലും സൗദിയിലൊരു സിനിമ കാണാൻ സാധിക്കുന്ന ഒരു ആശ്വാസമാണ്. ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു ദിവസം റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ഈ തിയേറ്ററുകൾ. വളരെ വലിയൊരു മാൾ തന്നെയാണ്. വളരെ നല്ല പാർക്കിംഗ് ഒക്കെ കിട്ടി. ഇവിടെ സ്റ്റീക്ക് ഹൗസുകൾ, ഒരുപാട് ഷോപ്പുകളുണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളാണ് ഈ മാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓൺലൈൻ വഴിയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ഓൺലൈൻ ടിക്കറ്റിങ് ഇവിടെ ഉള്ളു. അതുപോലെ തന്നെ ബാക്ക് സീറ്റിനാണ് 60 റിയാൽ, ഫ്രണ്ട് സീറ്റ് 35 റിയാൽ, ഈ റേറ്റിനൊക്കെ തുടങ്ങുന്നതുണ്ട്. ഇന്ന് ഒരുവിധം ഫുള്ളാണ് എല്ലാ ടിക്കറ്റുകളും. ആവേശം കാണാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തത്. വളരെ മനോഹരമായ ഇൻറ്റീരിയറാണ്. മാളിലേക്ക് കയറിയപ്പോൾ തന്നെ കോഫി ഷോപ്പുകൾ, ചെറിയ ചെറിയ വാട്ടർ ഫൗണ്ടനുകൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേക പ്ലേയിങ് ഏരിയ. കോഫി ഷോപ്പുകളൊക്കെ വളരെ മനോഹരമായി തന്നെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. കണ്ടാൽ തന്നെ നമ്മുടെ കണ്ണിനൊരു കുളിർമ കിട്ടുന്ന രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മാളിലെ പോലെ തന്നെ ബ്രാൻഡഡ് ഷോപ്പുകളും, കുട്ടികൾക്ക് കളിക്കാൻ നല്ല ഏരിയയും മുതിർന്നവർക്കും കളിക്കാൻ പറ്റിയ ഏരിയകളുണ്ട്. ചെറിയ ടർഫുണ്ട്, ഫുട്ബോൾ കളിക്കാം. അങ്ങനെ ഞങ്ങൾ മാളിങ്ങനെ ഒന്ന് ചുറ്റി കണ്ടു. എക്സ്പെൻസീവായ ഡ്രസ്സുകൾ, ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ ലഭ്യമാണ്. കുട്ടികൾക്കായിട്ട് പ്രത്യേക സെക്ഷനുകൾ ഇവിടെ ഒരുപാടുണ്ട്. തിയേറ്ററിൽ തന്നെ കുട്ടികൾക്ക് തന്നെ പ്രത്യേക സെക്ഷൻസ് ഇവിടെ ഉണ്ട്. കുട്ടികളുടെ സിനിമ കാണാൻ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത തിയേറ്റർ സീറ്റുകൾ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു തിയേറ്ററാണ്. വളരെ മനോഹരമായ ഒരു മാളുമാണ്. ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ വളരെ നല്ലതാണ്. നീറ്റ് ആൻഡ് ക്ലീനാണ്. എപ്പോഴും നല്ല ക്ലീനായി തന്നെ കിടക്കുന്നു. ഈ രാത്രി 1:30 ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല. എന്നാൽ പോലും തിയേറ്ററിൽ കയറിയപ്പോൾ തിയേറ്റർ സീറ്റ് ഫുള്ളായിരുന്നു. നല്ല നല്ല കോഫി ഷോപ്പുകളുണ്ട്. എക്സ്പെൻസീവ് തന്നെയാണ് ആ കോഫി ഷോപ്പുകളിൽ നിന്നും ഫുഡ് കഴിക്കുക എന്നുള്ളത്. എക്സ്പെൻസീവായ ഷോപ്പുകളാണ്. അതുപോലെ നല്ല നല്ല ബ്രാൻഡഡ് തുണിത്തരങ്ങളും ഇവിടെ വാങ്ങാൻ സാധിക്കും. അതും നല്ല എക്സ്പെൻസീവാണ്. എങ്കിൽ പോലും ബ്രാൻഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വിശ്വസിച്ച് ഇവിടുന്ന് വാങ്ങാം. അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഇന്ന് അവധിയുമുണ്ട്. പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് തന്നെ മിക്ക ഷോപ്പുകളും അവധി ഇന്ന് ഉണ്ട്. ഒരുപാട് ഷോപ്പുകൾ ക്ലോസ് ആണ്. നാളെ തൊട്ടൊക്കെ ഫുൾ ഓപ്പണായി തുടങ്ങുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ സമയം 1:45 അതുകൊണ്ട് തന്നെ മാളിനകത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ഏരിയകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ സിനിമ കാണാനായിട്ട് എംപയർ സിനിമാസിൻ്റെ കൗണ്ടറിനരികിലേക്ക് ചെന്നു. അങ്ങനെ മോനുമായി കയറാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. 2 ദിവസം മുന്നെയാണ് ഇവിടുത്തെ നിയമങ്ങളിൽ ചെറിയ മാറ്റം വന്നത്. മറ്റേത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തിയേറ്ററിൽ കയറാൻ ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് 2 ദിവസം മുന്നേ അത് മാറ്റിയതായി അറിയാൻ സാധിച്ചു. കുട്ടികളില്ലാതെ എന്തായാലും ഫാമിലികൾ സിനിമയ്ക്ക് പോകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടായിരിക്കാം നിയമങ്ങളിൽ മാറ്റം വരുത്തിയത്. അങ്ങനെ ഞങ്ങൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു
തിയേറ്ററിലേക്ക് എൻട്രിയായി. വളരെ മനോഹരമായ തിയേറ്റർ, സൗണ്ട് എഫക്റ്റ്, എല്ലാം വിഷ്വൽ ക്വാളിറ്റി നാട്ടിലെ കൂട്ട് തന്നെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞു. വളരെ മനോഹരമായ ഒരു സിനിമ എന്ന് തന്നെ പറയാം. പേഴ്സണലി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ബട്ട് ചിലവർക്ക് ഭയങ്കര ലാഗായിട്ട് ആ സിനിമ തോന്നി. എന്നാൽ പോലും എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം ചെയ്തേക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ വ്യൂ അല്ലേ ഒരു സിനിമ കാണുമ്പോൾ. അങ്ങനെ സൗദി അറേബ്യയിൽ ഒരു സിനിമ കണ്ടതിൻ്റെ സംതൃപ്തിയിൽ ഞങ്ങൾ സമയം ഇപ്പോൾ 4 മണിയൊക്കെയായി വെളുപ്പിന്. അങ്ങനെ ഞങ്ങൾ മാളിൽ നിന്ന് തിരികുകയാണ്. അങ്ങനെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്.